മക്കളെ +2 എക്സാം വരികയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് +2 നിങ്ങൾ നോക്കേണ്ടത് കഴിഞ്ഞ കൊല്ലമൊക്കെ കുറച്ച് ടഫായിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷൻസൊക്കെ പല രീതി പഠിക്കണം. എന്നിരുന്നാലും ചില റിയാക്ഷൻസ് ഡയറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ, ഡയറക്റ്റായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കസിനായിട്ടുള്ള കാനിസാറോ റിയാക്ഷനും വരും. ഓക്കെ, ആ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് നെയിം റിയാക്ഷൻ ഉണ്ട്. അതിൽ വേറെ ഇമ്പോർട്ടൻ്റ് വരുന്നത് ക്ലമൻസൻസ് റിഡക്ഷൻ, അതുപോലെ തന്നെ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ, ഇത് രണ്ടും നോക്കുക. പിന്നെ ബെൻസാൾഡിഹൈഡ് ഭാഗത്ത് വരുന്ന ഈഥാർഡ് റിയാക്ഷൻ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. HVZും നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെയിം റിയാക്ഷനിൽ ആൽഡിഹൈഡ്സിൽ ആ ഭാഗം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഹാലോ ആൽക്കെൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ വരുന്നത് സാൻമേഴ്സ് റിയാക്ഷൻ നല്ല എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഹാലജൻ എക്സ്ചേഞ്ചിലെ സ്വാർട്സ് റിയാക്ഷനും ഫിങ്കൽസ്റ്റീൻ റിയാക്ഷനും നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ആൽക്കോൾസിലേക്ക് പോവുകയാണെങ്കിൽ HBO ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഒരു ആസ്പിരിൻ ഫോർമേഷൻ ഉണ്ട്, നെയിംഡ് അല്ല പക്ഷേ ആസ്പിരിൻ ഫോർമേഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം. റെയ്മർ ടേമൻ റിയാക്ഷനും അതുപോലെ തന്നെ കോൾബ്സ് റിയാക്ഷനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അമൈൻസിലേക്ക് പോകുമ്പോൾ അവിടെ ടെസ്റ്റുകളായിട്ട് വരുന്ന ഹിൻസ്ബർഗ് റിയേജൻ്റെ ടെസ്റ്റ് അത് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹോഫ്മാൻ ബ്രോമൈഡ്, ഗബ്രിയൽ താലിമൈഡോ ഹോഫ്മാൻ ബ്രോമൈഡോ പഠിച്ചാൽ തന്നെ എനിക്ക് ഏകദേശം ഒരു 2 മാർക്ക് 4-5 മാർക്കിൻ്റെ ചാപ്റ്ററാണ്, അതിൽ 2 മാർക്ക് ഏകദേശം എന്തായാലും നിർബന്ധമായിട്ടും കിട്ടും. ഓക്കെ.